ഒന്ന്. കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആര്? കേരള സർക്കാരിൻ്റെ 2020 സ്വാതി പുരസ്കാരം നേടിയത് ആര്? ഉത്തരം ഡോക്ടർ എൽ സുബ്രഹ്മണ്യൻ. 2. പ്രശസ്ത തിരാകഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേരെന്ത്? പ്രശസ്ത തിരാകഥാകൃത്തും സംവിധായകനുമായിരുന്ന സച്ചി 2020 ജൂൺ 18 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് എന്ത്? ഉത്തരം KR സച്ചിദാനന്ദൻ. 3. കോട്ടയത്തെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആര്? കോട്ടയത്തെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനായി നിയമിതനായത് ആര്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. 4. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. ഉത്തരം അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. 5. ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ അതായത് ജനുവരി 12 ഭാഗമായി 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? ഉത്തരം ലക്നൗ. 6. 2020 രാജ്യാന്തര യോഗ ദിനത്തിന് വേദിയായ സ്ഥലം? ഉത്തരം ലോ. 7. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെ? നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 ജനുവരിയിൽ വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെ? ഉത്തരം ന്യൂഡൽഹി. 8. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഉത്തരം ഡക്കാൻ പീഠഭൂമി. 9. സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് സുഖവാസ കേന്ദ്രം ഏത്? ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത്? ഉത്തരം കൊടൈക്കനാൽ. 10. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൻ്റെ ഉൾപ്പെടാത്ത നദി. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ഉത്തരം നർമ്മദ. 11. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ആയ ലോ ഏത് നദിക്കരയിലാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലോ ഏത് നദിക്കരയിലാണ്? ഉത്തരം സിന്ധു. 12. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം അറബി. 13. കാൽബൈശാലി എന്നത് എന്താണ്? ഉത്തരം കാറ്റ്. 14. ആസാമിലെ കാസിര ദേശഭക്തി ഗാനം ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ്? ആസാമിലെ കാസിര ദേശഭക്തി ഗാനം ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ്? ഉത്തരം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. 15. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏത്? ഉത്തരം കാഞ്ചൻജംഗ ദേശീയോദ്യാനം. 16. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവികമാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? ഉത്തരം വാസ്കോ ഡ ഗാമ. താൻസി റാണി വീരമൃത്യു വരിച്ച വർഷം? താൻസി റാണി വീരമൃത്യു വരിച്ച വർഷം? ഉത്തരം 1858. 18. ഏതു ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഏതു ഗവർണർ ജനറലിൻ്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഉത്തരം വാറൻ ഹോസ്റ്റിങ്സ്. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്തെ ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏത്? ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ രംഗത്തെ ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏത്? ഉത്തരം ബ്രഹ്മസമാജം. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഉത്തരം 1815. 21. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 22. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത്വം വഹിച്ചത് ആര്? പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 23. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം 1917 നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ.
25. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആര്? ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആര്? ഉത്തരം ഡോക്ടർ സക്കീർ ഹുസൈൻ. 26. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം മൗലികാവകാശങ്ങൾ. 27. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏത്? ഉത്തരം 24-ാം ഭേദഗതി. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലിക അവകാശത്തെ നിയമാവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം 44-ാം ഭേദഗതി. പൊതുനിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? പൊതുനിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം അനുച്ഛേദം 16. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? 359. ആർട്ടിക്കിൾ 359 പ്രകാരമാണ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? ഉത്തരം 1993. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ഉത്തരം ഗവർണർ. 33. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഉത്തരം മുഖ്യമന്ത്രി. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏത്? കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് ഏത്? ഉത്തരം മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്ര ശതമാനമാണ് കേരളമുള്ളത്? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന് എത്ര ശതമാനമാണ് കേരളമുള്ളത്? ഉത്തരം 1.18. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? ഉത്തരം കുണ്ടറ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? ഉത്തരം സൈലന്റ് വാലി. തനിമ, കൃത്രിമ എന്നീ പദവികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? തനിമ, കൃത്രിക എന്നീ പദവികൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഉത്തരം കൈത്തറി. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് എവിടെ? ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്റ്റ് എവിടെ? ഉത്തരം നീണ്ടക്കര. KSBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏത്? KSBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ഏത്? ഉത്തരം ബ്രഹ്മപുരം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത്? കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത്? ഉത്തരം നിലമ്പൂർ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഉത്തരം ഡിണ്ടിഗൽ, കൊല്ലം. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ആഗമാനന്ദ സ്വാമി. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം അക്കാമ ചൊറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആര്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത ആര്? ഉത്തരം അക്കാമ ചൊറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം വെങ്ങാനൂർ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം തലശ്ശേരി. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം? ഉത്തരം 1797.
കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏത്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപം ഏത്? ഉത്തരം അഞ്ചുതെങ്ങ് കലാപം. ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാളിയാണ് പുരളിമല? ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാളിയാണ് പുരളിമല? ഉത്തരം പഴശ്ശി വിപ്ലവം. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം? ഉത്തരം 1930. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന പിരാന്തരങ്ങളുടെ എണ്ണം? 32. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? ഉത്തരം ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിന് ആവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം കരൾ. പേശികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? പേശികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ഉത്തരം മയോളജി. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗം? സെറിബെല്ലം. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത്? പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ സി. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികൾ ഏവ? ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അറ്റോമിക കണികകൾ ഏവ? ഉത്തരം ഇലക്ട്രോൺ. കലാമിന് ഏതു ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ ഏതു ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം സിങ്ക്. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്? ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഹൈഡ്രജൻ. ബാത്തിങ് സോഫ്റ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റം അറിയപ്പെടുന്നത്? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിന് ഉണ്ടാകുന്ന സ്ഥാനമാറ്റം അറിയപ്പെടുന്നത്? ചലനം. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ. ദേശീയഗാനം ആദ്യമായി ആലപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനം നടന്നത് എവിടെ? ദേശീയഗാനം ആദ്യമായി ആലപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനം നടന്നത് എവിടെ? ഉത്തരം 1911 ഡിസംബർ 27. ലോകത്തിൽ ആദ്യമായി കാലാവസ്ഥാ കേന്ദ്രം പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ലോകത്തിൽ ആദ്യമായിട്ട് കാലാവസ്ഥാ കേന്ദ്രം പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? യുണൈറ്റഡ് കിങ്ഡം. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ട്രെയിൻ ഏതാണ്? പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ട്രെയിൻ ഏതാണ്? മേധ എക്സ്പ്രസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? ഉത്തരം വാഞ്ചി അയ്യർ. ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DN കോവിഡ് വാക്സിൻ ഏതാണ്? സൈക്കോവ്-ഡി. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിർമ്മിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിർമ്മിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ. ഹരിത വിപ്ലവ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കാർഷിക മന്ത്രി ആരായിരുന്നു? ഹരിത വിപ്ലവ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കാർഷിക മന്ത്രി ആരായിരുന്നു? ഉത്തരം C സുബ്രഹ്മണ്യൻ. വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ ഉണ്ടാകുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? വേനൽക്കാലത്ത് പശ്ചിമ ബംഗാളിൽ ഉണ്ടാകുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം കാൽബൈശാലി. പാവങ്ങളുടെ പടയാളി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? പാവങ്ങളുടെ പടയാളി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം അയ്യങ്കാളി. ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിൽ എത്തിയതിനെ കുറിച്ച് പരാമർശിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതി ഏതാണ്? ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിൽ എത്തിയതിനെ കുറിച്ച് പരാമർശിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതി ഏതാണ്? ഉത്തരം ഓർമ്മക്കുറിപ്പ്. മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനം ആയിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം 1927 മദ്രാസ് സമ്മേളനം. ദി ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്ന നിർദ്ദേശങ്ങൾ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ.
കരുതൽ തടങ്കൽ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര്? കരുതൽ തടങ്കൽ ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിൽ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് ടെക്നോളജി പാർക്ക് നിലവിൽ വന്നത് എവിടെ? ബാംഗ്ലൂർ. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആരായിരുന്നു? ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവ് ആരായിരുന്നു? ഉത്തരം ബി.പി. ചന്ദ്രപാൽ. ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ യൂണിയനോട് ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം കാശ്മീർ, ജുനാഗഡ്, ഹൈദരാബാദ്. 2025 ഫിഡെ വനിതാ ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആര്? 2025 ഫിഡെ വനിതാ ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആര്? ഉത്തരം ദിവ്യ. 2026 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഓസ്ട്രേലിയ. 2025 പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനായി ഇന്ത്യൻ സുരക്ഷാ സേന നടത്തിയ സംയുക്ത സൈനിക നീക്കത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്പറേഷൻ മഹാദേവ്. അടുത്തിടെ കർണാടക സ്വദേശികൾ കണ്ടെത്തിയ ലോകത്തിന്റെ ഏറ്റവും അപൂർവമായ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? അടുത്തിടെ കർണാടക സ്വദേശികൾ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും അപൂർവമായ പുതിയ രക്തഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഉത്തരം ക്രിബ്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഉത്തരം ഓസ്ട്രേലിയ. 2025 ലോകഭൗമ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? 2025 ലോകഭൗമ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ഇത് ആചരിക്കുന്നത് ഏപ്രിൽ 22-നാണ്. ലോകഭൗമ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായി 2025 ജൂൺ 18 ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോയുടെ പേരെന്താണ്? റേഡിയോ നെല്ലിക്ക. 2025 ജനുവരിയിൽ തിരുവനന്തപുരത്തിൽ നടന്ന 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണ്? 2025 ജനുവരിയിൽ തിരുവനന്തപുരത്തിൽ നടന്ന 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണ്? ഉത്തരം തൃശൂർ. 90 എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആര്? എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ആര്? ഉത്തരം സഫ്രീന ലത്തീഫ്. പഹൽഗാം ഭീകരാക്രമണം നടന്നത് എന്നാണ്? പഹൽഗാം ഭീകരാക്രമണം നടന്നത് എന്നാണ്? 2025 ഏപ്രിൽ 22-ന്. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് എപ്പോഴാണ്? ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത് എപ്പോഴാണ്? 2025 മെയ് 7-ന്. 1972 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏത്? 1972 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏത്? ഉത്തരം ഷിംല കരാർ. ഇന്ത്യൻ കറൻസിയായ രൂപയ്ക്ക് പ്രത്യേക ചിഹ്നം ഏർപ്പെടുത്തിയ തീയതി എന്ന്? ഇന്ത്യൻ കറൻസിയായ രൂപയ്ക്ക് പ്രത്യേക ചിഹ്നം ഏർപ്പെടുത്തിയ തീയതി എന്ന്? ഉത്തരം 2010 ജൂലൈ 15-ന്. 1920 നടന്ന അവസാനത്തെ അഖില മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര്? 1920 നടന്ന അവസാനത്തെ അഖില മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര്? ഉത്തരം കസ്തൂരിരംഗ അയ്യങ്കരാർ. ഇതോടെ ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുകയാണ്. ഏത് അവസരത്തിലാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? ഇതോടെ ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കുകയാണ്. ഏത് അവസരത്തിലാണ് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞത്? ഉത്തരം ഉപ്പു സത്യാഗ്രഹം. സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യപത്രിക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വതന്ത്ര ഭാരതം എന്ന രഹസ്യപത്രിക എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കീഴരിയൂർ ബോംബ് കേസ്. എടക്കൽ ഗുഹ കണ്ടെത്തിയത് ആര്? എടക്കൽ ഗുഹ കണ്ടെത്തിയത് ആര്? ഫ്രെഡ് ഫോർസെറ്റ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം? കേരളത്തിൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന വർഷം 1988. കായിക വർഷം ആചരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? കായിക വർഷം ആചരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. ഒളിമ്പിക്സ് അത്ലറ്റിക് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഒളിമ്പിക്സ് അത്ലറ്റിക് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം പി.ടി. ഉഷ. 23ാം കേരള മന്ത്രിസഭയിൽ പ്രവാസി കാര്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? 23ാം കേരള മന്ത്രിസഭയിൽ പ്രവാസി കാര്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ഉത്തരം പിണറായി വിജയൻ.
രാജ്യത്തെ ആദ്യത്തെ താളിയോല മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല. രാജ്യത്തെ ആദ്യത്തെ താളിയോല മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല. ഉത്തരം തിരുവനന്തപുരം. മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ പേശികളുടെ എണ്ണം എത്ര? ഉത്തരം 639. വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? വൈറ്റമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം സ്കർവി. ഡെങ്കിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? ഡെങ്കിപ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? ഉത്തരം വൈറസ്. കണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏതു വിളയുമായി ബന്ധപ്പെട്ടതാണ്? കണാറ കാർഷിക ഗവേഷണ കേന്ദ്രം ഏതു വിളയുമായി ബന്ധപ്പെട്ടതാണ്? വാഴ. സുന്ദർബാൻസ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? സുന്ദർബാൻസ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങൾ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണ ആരംഭിച്ച പ്രസ്ഥാനം. ഹിമാലയൻ പ്രദേശങ്ങളിലെ വൃക്ഷങ്ങൾ സംരക്ഷിക്കുവാൻ സുന്ദർലാൽ ബഹുഗുണം ആരംഭിച്ച പ്രസ്ഥാനം. ഉത്തരം ചിപ്കോ പ്രസ്ഥാനം. ഓരോ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ പറയുന്ന പേരെന്ത്? ഓരോ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളെ പറയുന്ന പേരെന്ത്? ഉത്തരം ഐസോടോപ്പുകൾ. ഗലീൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഈഴം. ഊതി വീർപ്പിച്ച ബലൂൺ അല്പസമയം നേരത്തെ വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത്? ഊതി വീർപ്പിച്ച ബലൂൺ അല്പസമയം നേരത്തെ വെച്ചാൽ അത് വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏത്? ഉത്തരം ചാൾസ് നിയമം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം റൂർക്കല. ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് 2025 ഓഗസ്റ്റ് 15 ആഘോഷിക്കുന്നത്? ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് 2025 ഓഗസ്റ്റ് 15 ആഘോഷിക്കുന്നത്? ഉത്തരം 79ാമത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളും ഒരുമിച്ച് കൊണ്ടുവരുന്ന അവസതങ്ങൾ വിക്ഷേപിച്ചുണ്ടായ സമതലം ഏത്? ഉത്തരം ഉത്തര മഹാസമതലം. സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം. ഉത്തരം ചൗരി ചൗര സംഭവം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യമന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദേശകാര്യമന്ത്രി ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആര്? ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആര്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതി എന്ന സംഘടന സ്ഥാപിക്കപ്പെട്ട സ്ഥലം. ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതി എന്ന സംഘടന സ്ഥാപിക്കപ്പെട്ട സ്ഥലം. ഉത്തരം ബംഗാൾ. ദേശീയ പക്ഷിയായ മയിലിനെ അംഗീകരിച്ചത് ഏതു വർഷമാണ്? ദേശീയ പക്ഷിയായ മയിലിനെ അംഗീകരിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 1963. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന വർഷം. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്ന വർഷം. ഉത്തരം 2002 ജനുവരി 26. കേരളം എന്ന തൂലിക നാമത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നത് ആരാണ്? കേരളം എന്ന തൂലിക നാമത്തിൽ ലേഖനം എഴുതിയിരിക്കുന്നത് ആരാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ള. ഉൾനാടൻ മത്സര സമ്പത്ത് വർദ്ധിപ്പിക്കാനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ഉൾനാടൻ മത്സര സമ്പത്ത് വർദ്ധിപ്പിക്കാനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ഉത്തരം നെല്ലും ഒരു മീനും. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി. ഉത്തരം കുത്തുങ്കൽ. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ജില്ല. കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ജില്ല ഏത്? ഉത്തരം പാലക്കാട്. തയ്യൂർ മത്സരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? തയ്യൂർ മത്സരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം E.K. നാരായണൻ. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2021 നടന്നത്? സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2021 നടന്നത്? ഉത്തരം 8ാമത്തെ. രാജ്യത്തെ ആത്മഹത്യ കുറയ്ക്കുന്നതിന് പ്രത്യേക മന്ത്രിയെ നിർമ്മിച്ച ആദ്യ രാഷ്ട്രം ഏത്? രാജ്യത്തെ ആത്മഹത്യ കുറയ്ക്കുന്നതിന് പ്രത്യേക മന്ത്രിയെ നിർമ്മിച്ച ആദ്യ രാഷ്ട്രം ഏത്? ബ്രിട്ടൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിൻ ആയ തേജസ് എക്സ്പ്രസ് വന്ദിക്കുന്ന നഗരങ്ങൾ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ട്രെയിനായ തേജസ് എക്സ്പ്രസ് വന്ദിക്കുന്ന നഗരങ്ങൾ. ഉത്തരം ലക്നൗ, ന്യൂഡൽഹി. രാജീവ് ഗാന്ധിയുടെ പേരിൽ സൺ സിറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. രാജീവ് ഗാന്ധിയുടെ പേരിൽ സൺ സിറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. ഉത്തരം മഹാരാഷ്ട്ര.